2 അല്ല 304 എന്നുള്ളതാണ് അറിയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കാണാം പ്രോസിക്യൂട്ടർ ശ്രീ അഡ്വക്കേറ്റ് കൃഷ്ണൻ നമ്പൂതിരി അദ്ദേഹം വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം, അദ്ദേഹത്തോടൊപ്പം മലപ്പുറം SP ആർ വിശ്വനാഥുമുണ്ട്. ശാസ്ത്രീയ പരിശോധനകളുടെ ശാസ്ത്രീയ തെളിവുകളുടെ മാത്രം അടിസ്ഥാനത്തിൽ ഒരു കൊലപാതകം കേരളത്തിൽ തെളിയിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ്. നമുക്ക് അവരുടെ വാക്കുകൾക്ക് വേണ്ടി ശ്രദ്ധിക്കാം. അങ്ങനെ കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനിക്കാവുന്ന ഒരു നിമിഷത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. എന്ന് പറയുമ്പോൾ ഈ കേസിനെ സംബന്ധിച്ച് ഏതാണ്ട് ഒരു ധാരണ നിങ്ങൾക്കുണ്ടാവും. ഡെഡ് ബോഡി ഇല്ല, അതുപോലെ തന്നെ ഈ തട്ടിക്കൊണ്ടുവരിക, അതുപോലെ തന്നെ കൊലപാതകം, ഇതൊക്കെ നടന്ന് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കേസിൻ്റെ FIRഉം അതിൻ്റെ അന്വേഷണവും പോകുന്നത്. അതിനെ സംബന്ധിച്ച് ആദ്യമായിട്ട് പറയാനുള്ളത്, യഥാർത്ഥത്തിൽ കേരള പോലീസിൻ്റെ അഭിമാനകരമായ നേട്ടം എന്നതിനും അപ്പുറം നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ഒരു ദുരന്തങ്ങൾ പുതിയ വർത്തമാനകാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ ഓർഗനൈസ്ഡ് ക്രൈം കൂടി വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള കേസുകളിലെ വിധി അതൊരു വലിയ സന്ദേശമാണ് ആളുകൾക്ക് കൊടുക്കുന്നത്. ഒരു പ്രോസിക്യൂട്ടർ എന്നുള്ള നിലയിൽ ഏതൊരു പ്രോസിക്യൂട്ടറും ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു പക്ഷേ അതിനുമപ്പുറം ഉള്ള ഒരു സപ്പോർട്ട് ഈ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെയും എൻറ്റയർ പോലീസ് ഫോഴ്സിൻ്റെയും ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ കേസിൻ്റെ തെളിവുകൾ വളരെ ഒറ്റനോട്ടത്തിൽ കാണുമ്പോൾ വളരെ നിസ്സാരം ആണ് എന്ന് തോന്നുന്നത് ഉൾപ്പെടെയുള്ള തെളിവുകൾ ശേഖരിക്കാനും ആ തെളിവുകൾ കോടതിയിൽ അവതരിപ്പിക്കാനും സാധിച്ചത്. ആ രീതിയിലുള്ള സപ്പോർട്ട് പോലീസ് ഫോഴ്സിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നും ഉണ്ട്. ഇപ്പോൾ ഈ കേസിൻ്റെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തുടക്കഘട്ടത്തിൽ തന്നെ ഈ കേസ് മലപ്പുറം ജില്ലാ പോലീസ് ചീഫ് സുജിത് ദാസ് അദ്ദേഹം ഈ കേസിൽ എടുത്തിട്ടുള്ള താല്പര്യവും അതുപോലെ തന്നെ ഇതിന് ഒരു സമൂഹത്തിന് ഗുണകരം ആവുന്ന തരത്തിലുള്ള ഒരു പര്യവസാനം ഇതിനുണ്ടാവണം, അതിനുവേണ്ടി അദ്ദേഹം എടുത്തിട്ടുള്ള വലിയൊരു സ്ട്രെയിനുണ്ട് ഇതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം വിഷ്ണു ആണ് ഇതിൻ്റെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ വിഷ്ണു, അതുപോലെ തന്നെ റെന്നി, അനിൽ എന്നീ SIമാർ, അതുപോലെ തന്നെ അസൈനാർ തുടങ്ങി ഈ മേഖലയുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളും ഇതിലെടുത്തിട്ടുള്ള ഒരു എഫർട്ടിൻ്റെ റിസൾട്ടാണ് ഇത് എന്നാണ്. അല്ലാതെ ഒരു പ്രോസിക്യൂട്ടർ എന്നുള്ള നിലയ്ക്ക് പ്രോസിക്യൂഷൻ്റെ വിജയം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ എൻറ്റയർ ഇൻവെസ്റ്റിഗേഷൻ ടീം മനഃപൂർവ്വമല്ലാത്ത നരഹത്യ. ഇതിൽ വളരെ ബേസിക് ആയിട്ടുള്ളൊരു വസ്തുത എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഒരു മറ്റതിലൊക്കെ ശരീരാവശിഷ്ടങ്ങളെങ്കിലും എന്തെങ്കിലും ഒന്ന് കിട്ടും. ഇതിൽ അവസാനമായിട്ട് 42 മുടികളാണ് സയൻറ്റിഫിക് ഇവർ ശേഖരിച്ചത്. 42 മുടികളിൽ കാറിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ ശവശരീരം വളരെ ചെറിയ കഷ്ണങ്ങളായി നുറുക്കി കൊണ്ടുപോയി പുഴയിൽ തള്ളി എന്ന് പറയുന്ന അതിന് ഉപയോഗിച്ച കാറിൽ നിന്ന് കിട്ടിയ ഒരു മുടി, ആ ഒരു മുടിയാണ് മൈറ്റോകോൺട്രിയൽ DNA ഈ മരിച്ച ഷാബാസ് ഷെരീഫിൻ്റെ ബന്ധുത്വത്തിലേക്കും അതുപോലെ തന്നെ ഈ ഷാബാസ് ഷെരീഫിലേക്കും എത്തുന്നത്. മറ്റേ യാതൊന്നും തന്നെ കിട്ടിയില്ല. 2 പ്രളയം കഴിഞ്ഞിട്ട് എങ്ങനെ പുഴയിലിട്ട ഒന്നും കിട്ടാതെ. അപ്പോൾ ഞാനത് ഈ സമൂഹത്തിൻ്റെ അതിൻ്റെ മെസ്സേജ് എന്നുള്ളത് ഞാൻ സൂചിപ്പിക്കാനുള്ളൊരു കാരണം, ഡെഡ് ബോഡി ഇല്ലെങ്കിലും ശിക്ഷിക്കാം എന്ന് ഇന്ത്യൻ തെളിവ് നിയമവും അതുപോലെ തന്നെ ഇന്ത്യൻ ശിക്ഷാ നിയമമൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് വളരെ അപൂർവമാണ്. കാരണം മരണം തെളിയിക്കണമല്ലോ. അപ്പോൾ ഇതിൽ ഷാബാസ് ഷെരീഫ് എന്ന ആളെ
തട്ടിക്കൊണ്ടുവന്നു എന്നുള്ളത് തെളിഞ്ഞു. അദ്ദേഹത്തെ തടവിൽ പാർപ്പിച്ചു എന്നത് തെളിഞ്ഞു. അദ്ദേഹത്തിനെ കൊലപ്പെടുത്തി എന്നുള്ളത് തെളിഞ്ഞു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് ശിക്ഷ വന്നിട്ടുള്ളത്. അത് കാരണം വെപ്പൺസ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല ആ രീതിയിൽ. അപ്പോൾ അത് തെളിഞ്ഞു. അതുപോലെ തന്നെ ഈ ഡെഡ് ബോഡി നശിപ്പിച്ചു എന്നതും തെളിഞ്ഞു. അപ്പോൾ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം പ്രോസിക്യൂഷൻ കോടതിയിൽ തെളിയിക്കാൻ ശ്രമിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തെളിയിക്കപ്പെട്ടു എന്നത് ഒരു ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതിൽ കൂട്ടുപ്രതികളുടെ അവരുടെ വ്യത്യസ്തമായിട്ടുള്ള റോളാണ് ഓരോരുത്തർക്കും ഉണ്ടായിരുന്നത്. ഒന്ന്, തട്ടിക്കൊണ്ടുവരാൻ വേണ്ടി സഹായിച്ചു എന്നുള്ള ആളുകൾ, അതൊരു ടീം. ആ ആൾ അതിന് ഞാനതുകൊണ്ടാണ് ആദ്യം സൂചിപ്പിച്ചത്. 2019 ഓഗസ്റ്റ് 1 അവിടുന്ന് തട്ടിക്കൊണ്ടുവരുന്നത്. ഓഗസ്റ്റ് 1 കഴിഞ്ഞ് 2022 മെയ് മാസത്തിലാണ് ഇതിൻ്റെ FIR. അപ്പം 3 വർഷം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ അന്വേഷണം തുടങ്ങുന്നത്. അപ്പോഴേക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, ഈ ടവർ ലൊക്കേഷൻ, CDR, അതുപോലെ തന്നെ ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗങ്ങൾ, ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകും. CDR ആ കാലഘട്ടത്തിൽ 1 വർഷത്തേക്ക് മാത്രമേ നിൽക്കുള്ളൂ. ഇപ്പോൾ പുതിയതനുസരിച്ച് 2 വർഷത്തേക്ക് കിട്ടും. പക്ഷേ എന്നിട്ട് പോലും അവിടുന്ന് തട്ടിക്കൊണ്ടുവന്ന ആളെ അതേപോലെ ഐഡൻറ്റിഫൈ ചെയ്ത ഈ മരിച്ച ഷാബാസ് ഷെരീഫിൻ്റെ ഭാര്യ, മകള്, പേരക്കുട്ടി തുടങ്ങിയിട്ടുള്ള ആളുകളുടെയൊക്കെ തെളിവുകൾ വളരെ നിർണായകമായി ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതിൽ കാണുന്ന അതോടൊപ്പം തന്നെ ഇവിടെ ഇത് നടത്തുമ്പോൾ, അപ്പോൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ ചെയ്ത സഹായം പോലെ തന്നെ ഇത് വലിയ രീതിയിലുള്ള റിസർച്ചും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വേണ്ടി വന്നിട്ടുള്ള ഒരു കേസാണ്. അതിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ് എന്നുള്ളത് കൊണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഇപ്പോൾ ആലപ്പുഴയുള്ള SP മോഹനേന്ദ്രൻ, അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ചിലെ SP വിക്രമൻ തുടങ്ങിയിട്ടുള്ള ആളുകളുടെ ഒന്നും സംഭാവന, അല്ലെങ്കിൽ അവർ അതിനുവേണ്ടി ലീവ് എടുത്ത് ഇവിടെ വന്ന് അതിനെ സംബന്ധിച്ച് പഠിക്കാനും അത് കൂടെ നിൽക്കാനും തയ്യാറായി എന്നുള്ളത് പ്രോസിക്യൂഷൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. ഈ 2ഉം 6ഉം പ്രതികളുടെ ഇതിൽ അവർ, കാരണം വിധി ഞാൻ വായിച്ചിട്ടില്ല, വിധി അതിൻ്റെ കോപ്പി കിട്ടിയിട്ടില്ല. പക്ഷേ 2ആം പ്രതി തട്ടിക്കൊണ്ടുവന്നത് 2ആം പ്രതിയാണ്. ആ തട്ടിക്കൊണ്ടുവന്നു എന്നുള്ളത് തെളിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ തടങ്കൽ പാർപ്പിച്ചതിനും പിന്നെ ഈ തെളിവ് നശിപ്പിച്ചതിനും. ഇതാണ് ഈ 2ഉം 6ഉം സാക്ഷികളുടെ ഇതിൽ പ്രതികൾ. 2ഉം 6 ബാക്കി ഒരാൾ മാപ്പുസാക്ഷിയായി. ഏഴാം പ്രതിയായിരുന്നു നൗഷാദ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ മാപ്പുസാക്ഷിയായി. അല്ലാതെ ജഡ്ജ്മെൻറ്റ് കാണാതെ ഇപ്പോൾ വളരെ പ്രിമച്ചുവർ 22-ാം തീയതി പറയും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒരു ബാലൻസ്ഡ് ജഡ്ജ്മെൻറ്റ് എന്നുള്ളത് വേണമെങ്കിൽ ഇപ്പോൾ 304-ലാണ് 302-ലാണ് നമ്മൾ പ്രതീക്ഷിച്ചത് എങ്കിലും, അതായത് നരഹത്യയിലേക്ക് മരിച്ചു എന്നുള്ളത് തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം, ഈ കേസിൻ്റെ സാഹചര്യങ്ങളും പരിശോധിക്കുമ്പോൾ ഒരു വലിയ ടാസ്ക്കാണ് ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ മുന്നിലുണ്ടായിരുന്നത്. അത് തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിലുള്ള ഒരു ചാരിതാർത്ഥ്യം. അതിന് എത്ര ഈ അന്വേഷണവും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പോൾ ഞാൻ പേര് പറയാത്ത ഒരുപാട് ആളുകളുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് സഹായിച്ചിട്ടുള്ള ആളുകൾ, ആ ആളുകളും എല്ലാവരുടെയും കൂടിയുള്ള ഒരു എഫർട്ട് എന്നുള്ളതാണ് ഇതിനെ സംബന്ധിച്ച് പ്രാഥമികമായിട്ട് പറയാനുള്ളത്. അതിൻ്റെ ജഡ്ജ്മെൻറ്റും ഇതും നോക്കി കണ്ടതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. അനിലും റെനിയൊക്കെ ഇല്ല ഇവിടെ, വിഷ്ണു ഇവിടെയുണ്ട്. ഇതിൻ്റെ അന്വേഷണത്തിന് വേണ്ടിയിട്ട് അതൊരു എന്താ വെച്ചാൽ ഒരു ഡെഡിക്കേഷൻ ഉണ്ട് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളതാണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഫയൽ മൊത്തം പരിശോധിച്ച എനിക്ക് ബോധ്യപ്പെടാൻ കഴിഞ്ഞു. ആ ഡെഡിക്കേഷനാണ് യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള ഈ ഓർഗനൈസ്ഡ് ക്രൈം കൂടി വരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ഫോഴ്സിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതും അതിൻ്റെ ഒരു അഭിമാനം ഈ കേസ് ഉണ്ടായി. കാരണം ഈ ഡെഡ് ബോഡി ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും അതിൻ്റെ അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒന്നുമില്ലായ്മയിൽ നിന്ന്
ഇതിനെ അത് സത്യം വെളിച്ചത്ത് കൊണ്ടുവരണം എന്നുള്ള ആ വലിയ താല്പര്യത്തിൽ SP സുജിത്ദാസും വിഷ്ണുവും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പേര് കൂടുതൽ ആവർത്തിക്കില്ല. അതുപോലെ തന്നെ എൻ്റെ ഓഫീസിലെ ഇപ്പോൾ രജീഷ് പാലക്കാടത്തൊരു സീനിയർ വക്കീലാണ്. ഇപ്പോൾ രജീഷ്, അതുപോലെ തന്നെ എൻ്റെ സീനിയർ ശ്രീധരൻ വക്കീൽ, അതുപോലെ തന്നെ എൻ്റെ ഓഫീസിലുള്ള മറ്റ് ജൂനിയേഴ്സ് നിവേദ്, നിരഞ്ജൻ, അതുപോലെ തന്നെ ഷബീർ തുടങ്ങിയിട്ടുള്ള ഒരുപാട് എല്ലാ ആളുകളുടെയും ഒരുപാട് സമയം എടുത്തുകൊണ്ടുള്ള ഇതിൻ്റെ ഒരു അന്തിമമായ അവസ്ഥയിലാണ് ഇപ്പോൾ. വളരെ ചാരിതാർത്ഥ്യത്തോടു കൂടിയിട്ടാണ് നിൽക്കുന്നത്. അതെ, ഇത്